ഇടുക്കി ജില്ലയിലും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. അടൂർ മലയിൽ ഉരുൾപൊട്ടൽ ഒരാളെ കാണാതായതടക്കമുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. അഖിൽ, മറ്റ് മേഖലകളിൽ കോട്ടയത്തും പത്തനംതിട്ടയിലൊക്കെ നോക്കുമ്പോൾ മലയോര മേഖലകളിലാണ് അതിശക്തമായ മഴ തുടരുന്നത്. ഉരുൾപൊട്ടൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോൾ മലയോര മേഖലയിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഉരുൾപൊട്ടലുണ്ടായ ഒരാളെ കാണാതായതടക്കമുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ ശക്തമായ മഴയായിരുന്നു ഇടുക്കി ജില്ലയുടെ പല ഭാഗത്തും. മലയോര മേഖലകൾ പ്രത്യേകിച്ചും അതിന്റെ ഫലമായിട്ടെന്നോണം ഇടുക്കി കുടയത്തൂർ അടൂർ മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒരു ആദിവാസി ഉന്നതിയിലാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഒരാളെ നിലവിൽ കാണാനില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു വീട് പൂർണ്ണമായി നശിച്ചു. വീട്ടിലുണ്ടായിരുന്ന ഗൃഹനാഥനായ രവിയെയും മകനെയും രക്ഷപ്പെടുത്തി. എന്നാൽ രവിയുടെ ഭാര്യ സുമതിയെ നിലവിൽ കാണാനില്ല. ഇവർക്കായുള്ള തെരച്ചിൽ കുടയത്തൂർ 7-ാം വാർഡിലെ മഷിക്കല്ലിലാണ് ഇവരുടെ വീടിരിക്കുന്നത്. അവിടുത്തെ സുമതിക്കായുള്ള വീട്ടിലെ ഗൃഹനാഥനെയും മകനെയും രക്ഷപ്പെടുത്തിയിരുന്നു. ഈ വീട്ടിൽ തന്നെ ഗൃഹനാഥയ്ക്കായിട്ടുള്ള തിരച്ചിൽ നിലവിൽ സജീവമാക്കിയിരിക്കുകയാണ്. നിലവിൽ ഇതുവരെ ഈ ഗൃഹനാഥയെ കണ്ടെത്താനായിട്ടില്ല. അതുപോലെ തന്നെ ഏലപ്പാറ ചെമ്മണ്ണ് ഭാഗത്ത് വീടിന് മുകളിലെ 4 പേരോളം താമസിച്ചിരുന്ന ഒരു വീടിന് മുകളിൽ ഒരു ഭാഗത്തേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയും അവിടെ ആ മണ്ണിടിഞ്ഞ് വീണതിലെ ഒരു മുറിയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുകയും ആണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ലീലാമണി മുരളീധരൻ എന്നയാളുടെ വീടിന്റെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. ആ മണ്ണിടിഞ്ഞ ഭാഗത്ത് ഉണ്ടായിരുന്ന മുറിയിൽ ഇവരുടെ ബന്ധുവായ വ്യക്തി ഇന്നലെ രാത്രി താമസിക്കുന്നുണ്ട്. ആ വീടിന് മുകളിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ആ വ്യക്തിയെ ഇതുവരെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. അഗ്നിരക്ഷാസേന അടക്കമുള്ള ആളുകൾ പുറത്തെടുക്കുന്നതിനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഒപ്പം തന്നെ അടിമാലി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഒപ്പം ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അടിമാലിക്ക് സമീപം മച്ചിപ്ലാവ് മഴുമറ്റമ്പടിയിലാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. അടിമാലി മേഖലയിൽ ശക്തമായ മഴയായിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ ഉണ്ടായിരുന്നത്. ദേവിയാർ പുഴ കരകവിഞ്ഞൊഴുകി. ചാറ്റുപാറ, മച്ചിപ്ലാവ്, ദേവിയാർ, 10-ാം മൈൽ തുടങ്ങിയ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയും വെള്ളം കയറിയിട്ടുണ്ട്. കനത്ത മഴയുടെ സാഹചര്യത്തിൽ ഇന്ന് ഇടുക്കി ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിക്കൊണ്ട് കളക്ടർ ഉത്തരവായിട്ടുണ്ട്. ഒപ്പം തന്നെ വണ്ടിപ്പെരിയാറ്റിൽ തോട് കരകവിഞ്ഞൊഴുകി KK റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. നിലവിൽ ഗതാഗത തടസ്സം ഉണ്ടായിട്ടില്ല. ഒപ്പം തൊടുപുഴയുടെ മേഖലയായ കാരിക്കോട് മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയും വെള്ളം കയറിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്നലെ ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പല വീടുകളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായിടത്തെ വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രി ഏറെ വൈകി ദ്രുതകർമ്മ സേനയുടെ അടക്കം നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെത്തിക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണിപ്പോൾ അഗ്നിരക്ഷാ സേനയുടെയും പോലീസിന്റെയും അടക്കം നേതൃത്വത്തിൽ നടത്തി വരുന്നത്. ശരണ്യ.